2024 ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത് ബിപിൻ ദാസ് രചനയും അതുപോലെ തന്നെ പ്രൊഡ്യൂസറുമായിട്ടുള്ള ഒരു അടിപൊളി ചിത്രമായിരുന്നു വാഴ എ ബില്യൺ ബോയ്സ്. ആ ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള വാഴ 2 എ ബില്യൺ ബ്രോസ് എന്ന് പറയുന്ന സിനിമ ഇന്ന് തിയേറ്ററിലൂടെ റിലീസായിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്ത സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. വാഴ എന്ന് പറയുന്ന സിനിമ അത്രത്തോളം തിയേറ്ററിൽ കണ്ട സമയത്ത്, ഫസ്റ്റ് ഷോ കണ്ട സമയത്ത് അത്രത്തോളം മനസ്സിൽ കയറുകയും ഞാൻ ഒരുപാട് ഇമോഷണൽ ആവുകയും ചെയ്തൊരു സിനിമയായിരുന്നു. അപ്പോൾ വാഴ 2ൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് ഞാൻ അതേ അഭിപ്രായമാണ് പറഞ്ഞത്. ഈ സിനിമയും മിക്കവാറും എന്നെ തിയേറ്ററിൽ ഇരുത്തി കരയിക്കും എന്ന് പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് ജീവനുള്ള നല്ല തുടുത്ത വാഴകളുടെ കഥ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു. എവിടെയൊക്കെയോ പറയണമെന്ന് ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ സ്റ്റോറികളുണ്ട്, അത് പലരോടും പറയണമെന്നും അല്ല, മാനസികമായിട്ട് ഞാൻ തന്നെ അനുഭവിച്ച കുറേ കാര്യങ്ങളും ഫേസ് ചെയ്ത കുറേ കാര്യങ്ങളും എനിക്കറിയാവുന്നവർ ഫേസ് ചെയ്ത കുറേ കാര്യങ്ങളുമൊക്കെ ഇതൊക്കെ ബാക്കിയുള്ളവരോട് പറയണമെന്ന് ആഗ്രഹിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ അവർ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അത്രത്തോളം മനോഹരമായി മനസ്സിൽ കയറിയിട്ടുണ്ട്. ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം. അപ്പോൾ വീഡിയോയുടെ ചിലപ്പോൾ ലെങ്ത്ത് കൂടിപ്പോയെന്നിരിക്കും. എന്നാൽ ഇതൊരു സ്പോയിലർ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കില്ല, ഒരിക്കലും സ്പോയിൽ ചെയ്യത്തില്ല. എൻ്റെ വാഴ 2 എന്ന് പറയുന്ന സിനിമയുടെ ഒരു ജെനുവിനായിട്ടുള്ളൊരു അഭിപ്രായമായിരിക്കും ഇത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു സിനി പീടിക. വാഴ യൂണിവേഴ്സ് അങ്ങനെ തന്നെ പറയാൻ സാധിക്കും. വാഴ യൂണിവേഴ്സിനെ ബിപിൻ ദാസ് എന്ന് പറയുന്ന ഡയറക്ടർ എങ്ങനെയാണ് കൺസീവ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഫിലിം ഫെയിലായി പോയ പിന്നീട് ചാൻസുകൾ കിട്ടാത്ത ഡയറക്ടേഴ്സിന് ഒരു അവസരം കൊടുക്കുകയും അതിലൂടെ അവരുടെ ഒരു എബിലിറ്റി ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പരിപാടിയാണ് പുള്ളി അതിനകത്ത് പിടിച്ചത്. ഇത് ഡയറക്ടർ മാത്രമല്ല, മ്യൂസിക് ഡയറക്ടേഴ്സും അതെ. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്ത ഒരുപാട് ആൾക്കാർക്ക് പുതിയ പുതിയ ചാൻസുകൾ കൊടുക്കുകയും അവരെ ഈ സ്ക്രീനിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ വാഴ യൂണിവേഴ്സ് കൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഫിലിം അതുപോലെ തന്നെയായിരുന്നു, ആനന്ദ് മേനോൻ എന്ന് പറയുന്ന ഡയറക്ടർ. സെക്കൻഡ് ഫിലിമിലേക്ക് വരുമ്പോൾ സാവിൻ സായാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. വാഴ 2 എ ബില്യൺ ബ്രോസ്. ആ പേര് പറയുന്ന പോലെ തന്നെ ഒരു ബില്യൺ ബ്രോസ്, ബ്രദേഴ്സിന്, ബ്രദർഹുഡിന് അവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ബിപിൻ ദാസ് ഈ സിനിമയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ സിനിമയിൽ ഫ്രണ്ട്സ് ബോയ്സിനെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ ഇതിനകത്ത് ബ്രോസിനെ പറ്റിയാണ്, ബ്രദേഴ്സിനെ പറ്റിയാണ്, ബ്രദേഴ്സിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ സിനിമയിലൊരു ഹുക്കിംഗ് ഫാക്ടർ ഉണ്ടായിരുന്നു, ഒരു പാട്ടുണ്ടായിരുന്നു, ഹൃദയം മുറിയും അഴലിൽ വെന്താലും എന്നും പറയുന്ന ആ ഒരു മനോഹരമായ ഗാനമുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് നാം തന്നെയല്ലേ എന്ന് പറയുന്നൊരു മനോഹരമായൊരു ഗാനവും ഇവിടെ സമ്മാനിക്കുന്നുണ്ട്. അങ്കിത് മേനോനാണ് ഇതിൻ്റെ എല്ലാ ഒരു കമ്പോസർ. പക്ഷേ ഇതിൻ്റെ അകത്ത് പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു 6 7 പുതിയെന്നല്ല, നേരത്തെ പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സാണ്. ഇപ്പം ആദ്യത്തെ സിനിമയിലും സെയിം പാറ്റേൺ തന്നെയായിരുന്നു. അതൊരു മിക്സ് പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 8 പേരുടെ ഒരു ഇൻപുട്ട് ഒരു സിനിമയിലേക്ക് കൊടുക്കുകയും അതിനെ കൃത്യമായിട്ട് കോർത്തിണക്കി ഒരു കോമ്പോസിഷനായിട്ട് മാറ്റുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അങ്കിത് മേനോൻ ചെയ്യുന്നത്. അത് ഗംഭീരമായിട്ട് ഈ സിനിമയിൽ വർക്കൗട്ടായിട്ടുണ്ട്. ഇതിനകത്ത് ഞാനിപ്പോൾ പറയാതെ വിട്ടുപോകുന്ന ആൾക്കാരുടെ കുറച്ച് പേരുണ്ട്. ഇതിനകത്തെ കാസ്റ്റാണ്, അത് ഞാൻ വഴിയെ പറയാം. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് അഖിൽ ലൈലാസുരനാണ്. അതുപോലെ തന്നെ കണ്ണൻ മോഹനാണ് ചിത്രത്തിൻ്റെ എഡിറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് രാജേഷ് നാരായണനാണ്. പുള്ളി തന്നെയായിരുന്നു പഴയ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാബു പിള്ളയാണ്. ഇനി ഇതിൻ്റെ കാസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്ന, ശരിക്കും അങ്ങനെ തന്നെ പറയാൻ സാധിക്കും, ഹാഷിർ ആൻഡ് ടീം, ഹാഷിർ, അലൻ, അജിത്ത്, വിനായക്, ഇവരുടെ ഒരു അഴിഞ്ഞാട്ടോ ഒരു പരിപാടിയും തന്നെയാണ് ശരിക്കും പറഞ്ഞ സിനിമ. ഗംഭീരമായിട്ട് അവരവരുടെ റോളുകൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അൽഫോൺസ് പുത്രനൊരു നല്ലൊരു റോളുണ്ട്, ചെറിയതാണെങ്കിലും ഒരു വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു റോള് ചെയ്യുന്നുണ്ട്. അജു വർഗീസ് ഒരു ചെറിയ റോള് ചെയ്യുന്നുണ്ട്. നമ്മുടെ വിജയ് ബാബു ഒരു മനോഹരമായിട്ട് റോൾ ചെയ്യുന്നുണ്ട്. സുധീഷ് ചേട്ടൻ ഒരു ഗംഭീര റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റയിൽ തന്നെയുള്ളൊരു മറ്റൊരു മച്ചാനുണ്ട്, ആ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, സോറി. പുള്ളിയും ഗംഭീര പരിപാടി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ആക്ടിങ് ക്വാളിറ്റിയാണ് നമുക്ക് കാണാൻ. സാധാരണ ഈ റീലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആക്ടിങ് സ്കില്ല് പോകും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവർക്കുള്ള ശരിക്കും പറഞ്ഞൊരു മറുപടിയാണ്. കാരണം എത്രത്തോളം ഡെപ്തുള്ള, ഇമോഷണൽ ആയിട്ടുള്ള
എത്രത്തോളം ഇൻഡെപ്ത് ആയിട്ടുള്ള സീനുകളൊക്കെ വളരെ സിമ്പിളായിട്ട് ഇവർ ഹാൻഡിൽ ചെയ്യുന്ന കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഒരുപാട് സീനുകളിൽ കണ്ണ് നിറച്ചിട്ടുണ്ട്. ഹാഷിർ, അലന്, വിനായകൊക്കെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. നല്ല ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന രീതിയിലാണ് അവർ ഓരോരുത്തരും അവരുടെ റോളുകൾ ഗംഭീരമായിട്ട് നമ്മളിലേക്ക് എക്സിക്യൂട്ട് ചെയ്തത്. ഒരുപാട് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ അടങ്ങിയിട്ടുണ്ട്. വാഴ എന്ന് പറയുന്ന ഫസ്റ്റ് സിനിമയിൽ പറയാൻ വിട്ടുപോയ അല്ലെങ്കിൽ പരാമർശിച്ചിട്ട് അതിന് കൂടുതൽ ഡീറ്റെയിലേക്ക് പോവാത്ത ഒരു വിഭാഗം കാര്യങ്ങൾ ഈ സിനിമയിൽ അവർ വ്യക്തമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അൽഫോൺസ് പുത്രൻ്റെ ഒരു കുറച്ച് നേരത്തെ ഒരു 15 മിനിറ്റോളം വരുന്ന ഒരു ക്യാമിയോ അപ്പിയറൻസ് എന്ന് തന്നെ പറയാൻ സാധിക്കുക. അത് വളരെ മീനിങ് ഫുൾ ആയിരുന്നു. ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പുള്ളി പറഞ്ഞിട്ട് പോയത്. അത് ഗംഭീരമായിട്ട് തിയേറ്ററിൽ കൈയടികൾ ഉണ്ടാക്കിയ ഒരു സീനുമായിരുന്നു. കാരണം അത്രത്തോളം ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ത്രൂ ഔട്ട് ആ സിനിമയിൽ പിന്നീട് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരുന്ന സീനുകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഭയങ്കര സന്തോഷമാവുകയും അതിന് കൈയടികൾ വരികയും ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമല്ല. വെൽ മെയ്ഡ് സ്ക്രിപ്റ്റിൻ്റെ ഒരു പിൻബലം തന്നെയാണത്. എനിക്ക് തോന്നുന്നു ഞാൻ വാഴ എന്ന് പറയുന്ന സിനിമ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരാളാണ്. ആ ഒരു ലിസ്റ്റിലേക്ക് ചേർത്ത് വെക്കുന്ന എന്ന് വെച്ചാൽ എൻ്റെ റിപ്പീറ്റ് ലിസ്റ്റിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്ന ഒരു സിനിമയായിരിക്കും വാഴ 2 എന്ന് പറയുന്നത്. അത്രത്തോളം മനസ്സ് നിറച്ചിട്ടുണ്ട്, അത്രത്തോളം എന്നെ കരയിച്ചു. ഞാൻ കരുതി ഒരു പോയിന്റിൽ എൻ്റെ കൺട്രോൾ മുഴുവൻ പോയി ഞാൻ തിയേറ്ററിൽ കിടന്ന് വാവിട്ട് കരയും എന്നുള്ളൊരവസ്ഥ വരെ ഞാൻ എത്തിയായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ കൺട്രോൾ ചെയ്ത് ഒരു വിധത്തിൽ ഞാനതിനെ പിടിച്ച് വെച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നു. ഇപ്പോഴും ആ സിനിമ കഴിഞ്ഞ് വന്ന് വീട്ടിൽ വരുന്നവരെയും മനസ്സിൽ ഇങ്ങനെ ആ ഒരു പാട്ടും അതിലെ സീനുകളും ഈ സിനിമ ഒന്നും കൂടി കാണണം എന്നുള്ളൊരു ഫീലിലേക്ക് എന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ആ സാവിൻ സാ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. ഒന്നും പറയാനില്ല. ബ്രോ നിങ്ങൾ പൊളിയാണ്. ബിപിൻ ദാസ് നിങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞ കൈയ്യടി തരേണ്ടത്. ഇത്തരത്തിലുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ കണ്ടുപിടിച്ച് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് നാളത്തെ ഒരു വലിയൊരു ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് ചേർത്ത് വെക്കുന്ന നിങ്ങൾ ഈ പ്രവണത തുടർന്നുകൊണ്ടിരിക്കുക. വാഴ അടുത്തൊരു പാർട്ടും കൂടി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും മനസ്സ് നിറച്ചിട്ടുണ്ട് വാഴ. 1ാം ഭാഗവും അതെ, 2nd പാർട്ടും അതെ. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ, ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് പോകാം, ധൈര്യമായിട്ട് ഫാമിലിയായിട്ട് പോയിരുന്ന് കാണേണ്ട സിനിമ തന്നെയാണ്. ഇപ്പം 10ാം ക്ലാസ്സിൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞ് എല്ലാവരും കുട്ടികളെല്ലാം വീട്ടിലാണ്. കുട്ടികളെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി കാണേണ്ട ഒരു ഗംഭീര സിനിമയാണ്. അവരതിൻ്റെ അകത്തുനിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ലൈഫിൽ അതൊരു ലെസണായിട്ട് എടുക്കേണ്ട ഒരു സിനിമ തന്നെയെന്ന് ഞാൻ ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. അത്രം ഒരു ഗംഭീര വാല്യുള്ള സിനിമ തന്നതിന് സാവിൻ ബ്രോയ്ക്കും അതുപോലെ തന്നെ ബിപിൻ ദാസിനും ഒരുപാട് നന്ദി. ഗംഭീരമായിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫോർ ഗിവിങ് ദ ഗ്രേറ്റ് മീനിങ് ഫുൾ മൂവി ടു അസ്. താങ്ക് യു. ഇനിയും ഇതുപോലെയുള്ള സിനിമകൾ വരിക. അത്രേ എനിക്ക് പറയാനുള്ളൂ. സിനിമ ഓൾറെഡി കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മൊമെൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ അകത്തൊന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈ ബട്ടണും ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.